അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് നിയമനങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ് ഇന്ത്യയുടെ രാഷ്ട്രപതി അല്ലേ. ഉപരാഷ്ട്രപതിയോ? CP രാധാകൃഷ്ണൻ അല്ലേ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. 53ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സൂര്യകാന്ത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. അപ്പോൾ ഈ ഭരണഘടനാ പദവികൾ, അതായത് ഇപ്പോഴും PSC ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. രാജ്യസഭ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി ആയിരിക്കും അല്ലേ, CP രാധാകൃഷ്ണനാണ്. ഇനി സെക്രട്ടറിമാരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിശ്രി ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പ്രതിരോധ സെക്രട്ടറി ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ്. പ്രതിരോധ സെക്രട്ടറി ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ്. ഓക്കെ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയോ? ഗോവിന്ദ് മോഹനാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി. അപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. ഇനി കമ്മീഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയലാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ് അല്ലേ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രാഹത്കർ. അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക. വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, മനുഷ്യാവകാശ കമ്മീഷണർ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ, ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ് കിഷോർ രഹത്കർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. RBI ഗവർണർ പഠിച്ചു വെച്ചിരിക്കുകയാണ്. RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് RBI ഗവർണർ. 26ാമത്തെയാണ് RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. പഠിച്ചു വെച്ചിരിക്കണം, ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2025 ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറെട്ട്, ജോൺ മാർട്ടിനിസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറെട്ട്, ജോൺ മാർട്ടിനസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ്? ഏത് പുരസ്കാരമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളതാണ്. ആർക്കൊക്കെയാണ് 2025 ലഭിച്ചത്? ജോൺ ക്ലാർക്ക്, മൈക്കൽ ഡെവോറെട്ട്, അതുപോലെ തന്നെ ജോൺ മാർട്ടിനസ്. അപ്പോൾ 2025 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? രസതന്ത്രത്തിൽ ആർക്കൊക്കെയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? രസതന്ത്രത്തിൽ ലഭിച്ചിട്ടുള്ളത് ആരൊക്കെയാണ്? സുസുമു കിറ്റഗാവ. ആരൊക്കെയാണ്? സുസുമു കിറ്റഗാവ. ഓക്കെ, സുസുമു കിറ്റഗാവ. അതുപോലെ റിച്ചാർഡ് റോബ്സൺ. പിന്നെ ആർക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? റിച്ചാർഡ് റോബ്സൺ, സുസുമ കിറ്റഗാവ എന്നിവർക്കാണ് 2025 രസതന്ത്രത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒമർ M യാഗി ഉണ്ട് കേട്ടോ. അപ്പോൾ 3 പേരാണുള്ളത്. രസതന്ത്രത്തിൽ ലഭിച്ചിട്ടുള്ള 3 പേര് ആരൊക്കെയാണ്? ഒമർ M യാഗി, അതുപോലെ റിച്ചാർഡ് റോബ്സൺ, പിന്നെ ആരാണ്? സുസുമു കിറ്റഗാവ. അപ്പം രസതന്ത്രം പഠിച്ചു, അതുപോലെ തന്നെ ഭൗതിക ശാസ്ത്രം പഠിച്ചു. ഇനി നമുക്ക് വൈദ്യശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം നോക്കാം. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് മേരി ഇ ബ്രെങ്കോവ്, ഫ്രെഡ് റാംസ്ഡെല്ല, ഷിമോൺ സക്കാഗുച്ചി. 3 പേരാണ്. ആരൊക്കെയാണ്? മേരി ഇ ബ്രെങ്കോവ്, ഫ്രെഡ് റാംസ്ഡെൽ, അതുപോലെ തന്നെ ഷിമോൺ സക്കാഗുച്ചി എന്നിവർക്കാണ് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം. 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ലാസ്ലോ ക്രാസ്നാഹോർക്കെ. 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മരിയ കുറീന മച്ചാഡോ. 2025 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ആർക്കാണ്? മരിയ കുറീന മച്ചാഡോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ജോയൽ മോക്കീറ, ഫിലിപ്പ് അഗിയോണ, പീറ്റർ ഹോവിറ്റ്. ആരൊക്കെയാണ്? പീറ്റർ ഹോവിറ്റ്, ഫിലിപ്പ് അഗിയോണ, ജോയൽ മോക്കിർ.
അപ്പോൾ നോബൽ പ്രൈസ് നോക്കാം. 2025 നോബൽ സമ്മാനങ്ങൾ: ഭൗതിക ശാസ്ത്രം ഫിസിക്സിൽ ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് എ ഡെവറൈറ്റ്, അതുപോലെ തന്നെ ജോൺ എം മാർട്ടിനിസ്. ക്വാണ്ടം മെക്കാനിക്സിനാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രസതന്ത്രമാണ്, അതായത് കെമിസ്ട്രി ലഭിച്ചിട്ടുള്ളത് സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, അതുപോലെ തന്നെ ഒമർ എം യാഗി. നെക്സ്റ്റ് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം മേരി ഇ ബ്രെങ്കോവ്, പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനാണ് മേരി ഇ ബ്രെങ്കോവ്, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സക്കാഗുച്ചി. 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലാസ്ലോ ക്രാസ്നാഹോർക്കെ. അതുപോലെ തന്നെ 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മെരിയ കുറീന മച്ചാഡോ. ഇനി സാമ്പത്തിക ശാസ്ത്രമാണെങ്കിൽ ആരൊക്കെയാണ്? ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ്? നമ്മൾ പറഞ്ഞു അല്ലേ, ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്, മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കിനാണ് 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാം ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എൽദോസ് പോള്. ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? 2025 സ്വാതന്ത്ര്യ ദിനാഘോഷം 78ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു, അത് തെറ്റാണ്. ഇനി 80ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു, അതും തെറ്റാണ്. എത്രാമത്തെ ആയിരുന്നു? 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. ശരിയായിട്ടുള്ളതാണ് എഴുതേണ്ടത് അല്ലേ. ഇനി വിശിഷ്ട അതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല, അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 3, 4 ആണ് ഇവിടെ ശരിയായ പ്രസ്താവന. 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് 2025 കഴിഞ്ഞത്. വിശിഷ്ട അതിഥികളായിട്ട് മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സോമാലിയ. നെക്സ്റ്റ്, അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏത്? അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആന. നെക്സ്റ്റ്, 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പ്രത്യുത്ഥാനം പദ്ധതി. 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനം സഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതിയാണ് പ്രത്യുത്ഥാനം പദ്ധതി. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മലയാളം മിഷൻ. പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അദ്ദേഹം അന്തരിച്ചിട്ടുണ്ടായിരുന്നു, അതിനാലാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർമാൻ ആയിട്ടുണ്ട്, ശരിയാണ്. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. MGS നാരായണൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർമാനാണ്. പെരുമാൾസ് ഓഫ് കേരള എന്ന പ്രശസ്ത ഗ്രന്ഥം രചിച്ചു.
കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ശ്രീ കെ രാജൻ. 2023 രസതന്ത്ര നോബൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞന്മാർ അർഹരായി. ഏത് കണ്ടുപിടുത്തത്തിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്? 2023 രസതന്ത്ര നോബൽ പുരസ്കാരത്തിന് 3 ശാസ്ത്രജ്ഞരാണ് അർഹരായത്. ഏത് കണ്ടുപിടുത്തത്തിനാണ് ലഭിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും സമന്വയത്തിനും. നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? നിലവിലെ കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കെ എബ്രഹാം മാത്യു. നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏത്? നവജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, തൊഴിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ്? പുനർനാമകരണം ചെയ്യപ്പെട്ട കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്, ലോക് ഭവൻ. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏത്? 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. കേബിളുകളോ ടെലികോം ടവറുകളോ ഇല്ലാതെ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സേവനം നൽകാൻ ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം ഏതാണ്? കേബിളുകളോ ടെലികോം ടവറുകളോ ഇല്ലാതെ മൊബൈൽ ഫോണുകളിലേക്ക് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സേവനം നൽകാൻ ISRO രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹം ഏതാണ്? തന്നിരിക്കുന്നതിൽ ഓപ്ഷനിൽ ഇല്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം ഏതാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള വിഷകരമായ സംയുക്തം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായികാതാരം ആരാണ്? 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയായ കായികാതാരം ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, PR ശ്രീജേഷ്. നമുക്ക് 2026 പത്മഭൂഷൺ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. 2026 പത്മവിഭൂഷൺ നോക്കുകയാണെങ്കിൽ ആർക്കൊക്കെയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? കേരളത്തിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 പത്മവിഭൂഷണാണ് വരുന്നത്. പത്മവിഭൂഷണിൽ കേരളത്തിൽ നിന്ന് 3 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ശ്രീ VS അച്യുതാനന്ദൻ, ശ്രീ KT തോമസ്, ശ്രീ P നാരായണൻ. ആരൊക്കെയാണ്? VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ. ഇനി പത്മഭൂഷൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്ന്, മമ്മൂട്ടിയും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ, മമ്മൂട്ടി. നെക്സ്റ്റ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്ന് 3 പേർക്കാണ്. ആർക്കൊക്കെയാണ്? മുത്തുനായകം, അതുപോലെ കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലയ്ക്കൽ ദേവകിയമ്മ. ആരൊക്കെയാണ്? മുതുനായകം, അതുപോലെ തന്നെ കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലയ്ക്കൽ ദേവകിയമ്മ എന്നീ 3 പേർക്കാണ്. അപ്പോൾ പത്മ അവാർഡ്സ് 2026 ലഭിച്ചിട്ടുള്ളത് പത്മവിഭൂഷൺ ആണെങ്കിൽ 3 പേർക്കാണ്, VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ. പത്മഭൂഷൺ മമ്മൂട്ടി, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഇനി പത്മശ്രീ ആണെങ്കിൽ മുതുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലയ്ക്കൽ ദേവകിയമ്മ. 2025 പത്മഭൂഷൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ P ശ്രീജേഷിന് ലഭിച്ചു. അതുപോലെ തന്നെ ജോസ് ചാക്കോ പെരിയപ്പുറത്തിനാണ് 2025 പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ള മലയാളികൾ. ആരൊക്കെയാണ്? PR ശ്രീജേഷും ജോസ് ചാക്കോ പെരിയപ്പുറം. ഇനി പത്മവിഭൂഷൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MT വാസുദേവൻ നായർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. ഒരാൾക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ കേരളത്തിൽ നിന്ന്. പത്മശ്രീ ആണെന്നുണ്ടെങ്കിൽ ഓമനക്കുട്ടി അമ്മ, അതുപോലെ M വിജയൻ. അപ്പോൾ 2025 പറയുന്നത് കേട്ടോ. 2025 പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണ്? ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, അതുപോലെ തന്നെ PR ശ്രീജേഷ്. ഇനി പത്മവിഭൂഷൺ ആണെങ്കിൽ MT വാസുദേവൻ നായർ, പത്മശ്രീ ആണെങ്കിൽ ഓമനക്കുട്ടി അമ്മ, അതുപോലെ തന്നെ M വിജയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ശരിയേത്?
ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പ് 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടി. ശരിയാണ്. KR മീരയുടെ നോവലായ കലാച്ചി 2025 ജ്ഞാനപീഠ പുരസ്കാരം നേടി. അത് തെറ്റാണ്. സന്തോഷ് കുമാറിൻ്റെ നോവലായ തപോമയുടെ അച്ഛൻ 2025 വയലാർ പുരസ്കാരം നേടി. അത് ശരിയാണ് അല്ലേ. രാജശ്രീയുടെ നോവലായ ആത്രേയകം 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടി. അത് തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3 ഇവിടെ ശരിയായിട്ട് വന്നത്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപ്പിള്ളയ്ക്കാണ്. KG ശങ്കരപ്പിള്ളയ്ക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് വൈരമുത്തുവിനാണ്. 2025 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് വൈരമുത്തുവിനാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ളയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം ബാനു മുഷ്താഖിൻ്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പിനായിരുന്നു. 2025 വയലാർ പുരസ്കാരം ആർക്കാണ്? സന്തോഷ് കുമാറിനാണ്. തപോമയുടെ അച്ഛൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ലോകത്തിലെ 2ാമത്തെ രാജ്യം ഇന്ത്യയാണ് എന്ന് പറയുന്നു. അത് തെറ്റാണ്. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ അല്ലേ. അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. ചന്ദ്രയാൻ ദൗത്യത്തിൽ 2023 ഓഗസ്റ്റ് 23 ബുധനാഴ്ച 6:04 PM ലാൻഡർ ചന്ദ്രനെ തൊട്ടത്. അത് ശരിയാണ്. ചന്ദ്രയാൻ ദൗത്യത്തിൽ 2023 ഓഗസ്റ്റ് 23 ബുധനാഴ്ചയാണ് ലാൻഡർ ചന്ദ്രനെ തൊട്ടത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകം ഇറക്കിയ രാജ്യം ഇന്ത്യയാണ്. ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി പേടകം ഇറക്കിയ രാജ്യം ഇന്ത്യയാണ്. S സോമനാഥാണ് ഇപ്പോഴത്തെ ISRO ചെയർമാൻ. ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആരാണ്? V നാരായണൻ ആണ് അല്ലേ. ഈ ഒരു എക്സാം നടക്കുന്ന സമയത്ത് ആരായിരുന്നു? സോമനാഥ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആരാണ്? V നാരായണൻ കേട്ടോ. V നാരായണൻ ആണ്. ഓക്കെ. LP സ്കൂൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ആൻസർ ഓപ്ഷൻ D ആണ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ ISRO ചെയർമാൻ മാറിയിട്ടുണ്ട്. ആരാണ്? V നാരായണനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2022 രസതന്ത്രത്തിന് നോബൽ സമ്മാനം നേടിയത് ആരാണ്? 2022 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2026 നടന്ന എക്സാമാണ്. LP സ്കൂളിൻ്റെ എക്സാമിന് 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വരാം. കരോലിൻ R ബർട്ടോസി, K ബാരി ഷാർപ്പ് ലെസ്, മോർട്ടൻ മെൽഡൻ. ഇവ മൂന്നും ഓക്കെ. ഓപ്ഷൻ D ആണ് വരുന്നത്. കരോലിൻ R ബർട്ടോസി, K ബാരി ഷാർപ്പ് ലെസ്, മോർട്ടൻ മെൽഡൽ എന്നിവയ്ക്കൊക്കെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം 2022 ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 55ാം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2023 55ാം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ A ആണ്. മോഹൻലാൽ. 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമാണ്? 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ A ആണ്. 4.4%. 2025 നടന്ന ICC വനിതാ ലോകകപ്പിനെ കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയായത് ഏത്? കിരീടം നേടിയത് ഇന്ത്യയാണ്. ICC വനിതാ ലോകകപ്പ് 2025 കിരീടം നേടിയത് ഇന്ത്യയാണ്. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 9 ആണെന്ന് തന്നിരിക്കുന്നു. അത് തെറ്റാണ്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഓസ്ട്രേലിയയാണ്. ശരിയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാരിസാൻ കാപ്പ് നേടി. അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ C ആണ്. 1, 3, 4 ആണ് ശരിയായിട്ട് വന്നത്. 8 ടീമുകളാണ് 2025 ICC വനിതാ ലോകകപ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. അപ്പോൾ 2025 ICC വനിതാ ലോകകപ്പിൽ 8 ടീമുകളുണ്ടായിരുന്നു. കിരീടം നേടിയത് ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഓസ്ട്രേലിയയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാരിസാൻ കാപ്പ് നേടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. നെക്സ്റ്റ്. താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്? എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് EOS 2025 മെയ്യിൽ വിക്ഷേപിച്ചത് ഏതാണ്? EOS 09 ആണ്. EOS
09. നെക്സ്റ്റ്, യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഐക്യരാഷ്ട്രസഭ ഏത് വർഷത്തെ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നു? അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷമായി ആചരിക്കുന്നത് 2025 ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കെ അരവിന്ദാക്ഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, കെ അരവിന്ദാക്ഷൻ. 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആര്? 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആര്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉസ്മാൻ ഡെംബെലെ. ഉസ്മാൻ ഡെംബെലെ 2025 ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അംഗൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം. 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അംഗൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം. ആൻസർ ഓപ്ഷൻ എ ആണ്, ചിറ്റൂർ. ചിറ്റൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? തന്നിരിക്കുന്നതിൽ ആൻസർ ഇല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവരിൽ ആരാണ്? ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അജിത് ഡോവൽ. അജിത് ഡോവൽ. നെക്സ്റ്റ്, ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി ആരാണ്? ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി. ഓപ്ഷൻ എ ആണ് വരുന്നത്, റെയ്ല ഒഡിങ്ങ. റെയ്ല ഒഡിങ്ങ. റെയ്ല ഒഡിങ്ങ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്ത്യ. നെക്സ്റ്റ്, ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി. ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി. ആൻസർ ഓപ്ഷൻ സി, 23 ഓഗസ്റ്റ് 2023. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രമേത്? 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രമേത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, തന്തപ്പേര്. ആൻസർ ഓപ്ഷൻ ബി, തന്തപ്പേര്. ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആര്? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയ മലയാളത്തിൽ നേടിയതാരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അഖിൽ പി ധർമ്മജൻ. അഖിൽ പി ധർമ്മജൻ. 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആര്? 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജസ്റ്റിസ് ബി ആർ ഗവായ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജ്ജതന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ഊർജ്ജതന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ആരൊക്കെയാണ് തന്നിരിക്കുന്നതിൽ? ജോയൽ മോക്കിർ, ജോൺ എം മാർട്ടിനസ്, ഫിലിപ്പെ അഗിയ, പീറ്റർ ഹോയ്റ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജോൺ എം മാർട്ടിനസ്. ജോൺ എം മാർട്ടിനസ്. ആർക്കൊക്കെയാണ് 2025 ഊർജ്ജതന്ത്രത്തിന് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്? ആർക്കൊക്കെയാണ്? എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനസ്, പിന്നെ ആരാണ് ഉണ്ടായിരുന്നത്? ജോൺ ക്ലാർക്ക് അല്ലേ? ജോൺ ക്ലാർക്ക്, ജോൺ എം മാർട്ടിനസ്, എച്ച് ഡെവോറൈറ്റ്. ഓക്കെ. ജോയൽ മോക്കിർ ആരാണ്? ജോയൽ മോക്കിറും അതുപോലെ തന്നെ ജോയൽ മോക്കിർ ആരാണ്? സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചതാണ്. ജോയൽ മോക്കിർ ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ. ഇനി നമുക്കിവിടെ ഫിലിപ്പ് അഗിയോ തന്നിട്ടുണ്ട്. ആരാണ് ഫിലിപ്പ് അഗിയോ?
പീറ്റർ ഹോവിറ്റ്, ഫിലിപ്പ് അഗ്യോ ഏത് ഇതിലാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗ്യോ, പീറ്റർ ഹോവിറ്റ് ഇവർ 3 പേരും എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ലഭിച്ചിട്ടുള്ളവരാണ് അല്ലേ? ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗ്യോ, പീറ്റർ ഹോവിറ്റ്. ഒന്നുകൂടി പറഞ്ഞുതരാം. വൈദ്യശാസ്ത്രത്തിൽ 2025 നോബൽ സമ്മാനം ലഭിച്ചത് ഷിമോൺ സക്കാഗുച്ചി, മേരി ബ്രങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ. ഭൗതികശാസ്ത്രം ജോൺ ക്ലാർക്ക്, മിഷൽ ഡെവേറ, ജോൺ മാർട്ടിനസ്. രസതന്ത്രം സുസുമോ കുറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഓമർ യാഗി. സാഹിത്യം ലാസ്ലോ ക്രാസ്നാഹോർക്ക. സമാധാനം മരിയ കുരീന മച്ചാഡോ. സാമ്പത്തിക ശാസ്ത്രം ജോയൽ മോക്കിർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹോവിറ്റ്. ചരക്കു സേവന നികുതിയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? ചരക്കു സേവന നികുതിയിൽ GSTയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 12%, 28%. 12, 28. 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 40% അജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം. കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏതാണ്? കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പാക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. കിൻഫ്ര. നെക്സ്റ്റ്, ദേശീയ വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാണ്? ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ദേശീയ വനിതാ കമ്മീഷൻ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വിജയ കിഷോർ രഹത്കർ. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ഭൗതിക ശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തത്തിനാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? ഭൗതിക ശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? ആൻസർ ഓപ്ഷൻ സി. ഗ്രാവിറ്റേഷണൽ വേവ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2026 ഫിഫ ലോകകപ്പ് വേദി. 2026 ഫിഫ ലോകകപ്പ് വേദി ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. മെക്സിക്കോയാണ് 2026 ഫിഫ ലോകകപ്പ് വേദി. ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ടേബിൾ ടെന്നീസിൽ 2023 അർജുന അവാർഡ് നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഐഹിക മുഖർജി. 2023 അർജുന അവാർഡ് ടേബിൾ ടെന്നീസിൽ നേടിയത് ആരാണ്? ഐഹിക മുഖർജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, GR ഇന്ദു ഗോപൻ്റെ അനോ എന്ന നോവലിനെ കുറിച്ചും അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. GR ഇന്ദു ഗോപൻ്റെ അനോ എന്ന് പറയുന്ന നോവലാണ്. ആ ഒരു ക്വസ്റ്റ്യൻ വരാൻ കാരണം തന്നെ ഏതോ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്ദു ഗോപൻ്റെ അനോ എന്ന് പറയുന്ന നോവലിന്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രസ്താവന 1, 16-ാം നൂറ്റാണ്ടിലെ ഒരു വെള്ള ആൽബിനോ ആനയുടെയും അതിൻ്റെ പാപ്പാൻ്റെയും കൊച്ചിയിൽ നിന്ന് റോമിലേക്കുള്ള യാത്രയാണ് അനോ എന്ന നോവൽ ചിത്രീകരിക്കുന്നത്. അത് ശരിയാണ്. നെക്സ്റ്റ്, കേരളത്തിൻ്റെ നവോത്ഥാന യൂറോപ്പുമായുള്ള ചരിത്രപരമായ സമുദ്രാന്തര ബന്ധങ്ങൾ പര്യവേഷണം ചെയ്യുന്ന നോവലാണ്. അതും ശരിയാണ്. നെക്സ്റ്റ്, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തിയെ അതിനെ ആഖ്യാനത്തിലൂടെ വിശാലമാക്കുന്ന നിരൂപക പ്രശംസ നേടിയ ഈ കൃതിക്ക് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഇവിടെ ശരിയായിട്ട് വരുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് വരുന്നത്. അപ്പോൾ 2025 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് GR ഇന്ദു ഗോപൻ്റെ അനോ എന്ന് പറയുന്ന നോവലിനാണ്. അതിനാലാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ 2025 കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് GR ഇന്ദു ഗോപന് അനോ എന്ന് പറയുന്ന നോവലിന് ലഭിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ആൻസർ ഓപ്ഷൻ സി. ശ്രീ ഗാനേഷ് കുമാർ ആണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഷാജി എൻ കരുൺ. 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹർമൻ പ്രീത് കൗർ. നെക്സ്റ്റ്,
ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ, മോഹൻലാൽ. മുണ്ടകൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണ്? മുണ്ടകൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, എൻ്റെ കേരളം എന്നും സുന്ദരം. എൻ്റെ കേരളം എന്നും സുന്ദരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ശുഭാംശു ശുക്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മയ്ക്ക് ലഭിച്ചത് 2021 അത് തെറ്റാണ്. സതി എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് അമൃത ഷേർഗിലാണെന്ന് പറയുന്നു, അതും തെറ്റാണ്. അപ്പോൾ തെറ്റായിട്ട് വന്ന പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം ആണ്. ഇത് നമുക്ക് കലാകായികം സാഹിത്യം എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി സീരീസ് ആയിരുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജസ്പ്രീത് ബുംറയാണ് പ്ലെയർ ഓഫ് ദി സീരീസ്. പ്ലെയർ ഓഫ് ദി മാച്ച് വിരാട് കോഹ്ലി. പ്ലെയർ ഓഫ് ദി സീരീസ് ജസ്പ്രീത് ബുംറയും പ്ലെയർ ഓഫ് ദി മാച്ച് വിരാട് കോഹ്ലിയാണ് 2020 ക്രിക്കറ്റ് ലോകകപ്പ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ശരിയായവ കണ്ടെത്തുക. 2023 ചോദിച്ചിരിക്കുന്നത്. നോക്കാം. യോൻ ഫോസ്റ്റേ സാഹിത്യം നോർവീജിയൻ നാടകകൃത്ത്. ശരിയാണ് അല്ലേ, യോൻ ഫോസ്റ്റേ സാഹിത്യം ശരിയാണ്. നർഗീസ് മുഹമ്മദി സമാധാനം ബംഗ്ലാദേശ് മനുഷ്യാവകാശ പ്രവർത്തക എന്ന് പറയുന്നു, അത് തെറ്റാണ്. ഇനി ക്ലൗഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രം US സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ്, അത് ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ശരിയായ പ്രസ്താവനയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം ആണ് ശരിയായിട്ട് വന്നത്. അപ്പോൾ 2023 വൈദ്യശാസ്ത്രത്തിൽ കാറ്റലിൻ കരോക്കേക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഫിസിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിയറി അഗോസ്റ്റിനി, ഫെറൻസ് ക്രൗസ്, അതുപോലെ തന്നെ NL ഹൂലിയർ എന്നിവർക്കൊക്കെയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കെമിസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ മൗങ്കി ജി ഭവണ്ടി, ലൂയിസ് ഇ ബ്രൂസ് ആൻഡ് അലക്സി ഇക്കമോവ് എന്നിവർക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മൗങ്കി ഇ ഭവണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി എക്കമോവ്. ഇനി ലിറ്ററേച്ചറിൽ ജോൺ ഫോസയ്ക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സമാധാനമാണെന്നുണ്ടെങ്കിൽ നർഗീസ് മുഹമ്മദിക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സമാധാനത്തിൽ നർഗീസ് മുഹമ്മദിക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇറാനിലെ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ടാണോ വാദിക്കുന്നത്, അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. ഇനി എക്കണോമിക്സിലാണെങ്കിൽ ക്ലൗഡിയ ഗോൾഡിനാണ് എക്കണോമിക്സ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ആരാണ്? ആഗോള കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ തലവൻ ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ലിയോ 14. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് എതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ്റെ പേരെന്താണ്? ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിന് എതിരായി ഇന്ത്യൻ സൈന്യം നടത്തിയ മിലിറ്ററി ഓപ്പറേഷൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓപ്പറേഷൻ സിന്ദൂർ. 2 ക്വസ്റ്റ്യൻ കണ്ടു അല്ലേ. 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാൻഡ് നടപ്പാക്കിയത്? 2026-27 കേരള സംസ്ഥാന ബജറ്റ് 2025 നവംബർ മുതൽ ഏത് ഭരണസമിതിക്കാണ് പ്രതിമാസം 1000 രൂപ ഗ്രാൻഡ് നടപ്പിലാക്കിയത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കുടുംബശ്രീ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികൾ ADS. 2025 സെപ്റ്റംബറിൽ ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറിയായി നിയമിച്ചത് ആരെയാണ്? ഇന്ത്യയുടെ മൈൻസ് സെക്രട്ടറി ആരാണ് 2025 സെപ്റ്റംബറിൽ നിയമിച്ചത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പീയൂഷ് ഗോയൽ. 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? 2025 ജൂണിൽ ICC ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മഹേന്ദ്ര സിംഗ് ധോണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16ാം ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അരവിന്ദ് പനഗിരിയാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ. ആരാണ്? അരവിന്ദ് പനഗിരിയാണ്. 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? അരവിന്ദ് പനഗിരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളുമായി വിപുലമായ സമുദ്ര വ്യാപാരത്തിന് പേര് കേട്ട പുരാവസ്തു പൈതൃക പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു പുരാതന തുറമുഖ നഗരം. റോമൻ ഗ്രീക്ക് സംസ്കാരങ്ങളുമായി വിപുലമായ സമുദ്ര വ്യാപാരത്തിന് പേര് കേട്ട പുരാവസ്തു പൈതൃക പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു പുരാതന തുറമുഖ നഗരം ഏതാണ്? മുസിരിസ്. ഏറ്റവും കൂടുതൽ തവണ മികച്ച ചലച്ചിത്ര ഗാന രചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ONV കുറുപ്പാണ് മികച്ച ചലച്ചിത്ര ഗാന രചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് ഏറ്റവും കൂടുതലായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ PSC 2026 ചോദിച്ച കറണ്ട് അഫയേഴ്സ്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 2026 ചോദിച്ച മറ്റു ചോദ്യങ്ങളായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം കേട്ടോ.